ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ദേവയാനിയാണെങ്കിലും അജയൻ്റെ അടുത്തും ജയൻ്റെ അടുത്തും പറയുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം എനിക്ക് ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനി വരുന്നത്. അപ്പോഴാണെങ്കിൽ അജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇത്രയും സമയം എങ്ങോട്ടാടാ പോയതെന്ന്. അപ്പോൾ അനി പറയുകയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു എന്നിങ്ങനെ പറയണേ. അപ്പോഴാണ് അനിയാണെങ്കിൽ ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കുന്ന നല്ല ദേഷ്യത്തിലാണ് ദേവയാനി ഇരിക്കുന്നത്. അപ്പോൾ അനി ചോദിക്കുകയാണ്, എന്താ വലിയമ്മ ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ദേവയാനി അനിയുടെ അടുത്ത് പറയുകയാണ്, അവൻ ലോഹ്യം കൂടാൻ വന്നിരിക്കുന്നു, നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ഏട്ടൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നത് ദേവയാനി പറയുകയാണേ. അപ്പോൾ അനിയാണെങ്കിൽ അജയൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ അച്ഛാ സംഭവിച്ചതെന്ന്. അപ്പോൾ അജയൻ പറയുകയാണ്, നീ നിൻ്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുക, അവൾ പൊടുപ്പും തെങ്കിലും വെച്ച് നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ്. ആദർശേട്ടന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ജയനാണെങ്കിലും പറയുകയാണ്, അവന് തെറ്റ് പറ്റിയിട്ടില്ല, എന്തോ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അജയൻ പറഞ്ഞതുപോലെ നീ എല്ലാ കാര്യങ്ങളും നിൻ്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുകയെന്ന് അനിയുടെ അടുത്ത് പറയുകയാണ്. അനി അപ്പോൾ മുകളിൽ കയറി പടി കയറി വരുമ്പോഴാണ് ചന്തുമോളോടെ വിഷമിച്ച് നിൽക്കുന്നത്. അപ്പോൾ അനിയാണെങ്കിൽ ചന്തുമോളോടത്ത് ചോദിക്കുകയാണ്, മോളെ ആരെങ്കിലും വിഷമിപ്പിച്ചോ, മോളെന്താ വിഷമത്തിലിരിക്കുന്നതെന്ന്, മോളും ഭയങ്കര സങ്കടത്തിലാണല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞും ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ ജയനാണെങ്കിൽ ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, ആ കുഞ്ഞ് പാവമല്ലേ, കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ, കുഞ്ഞിന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ്, എന്നാൽ പിന്നെ ലോകം മൊത്തം കേൾക്കുന്ന രീതിയിൽ വിളിച്ച് പറയുക, ആദർശിന് വഴിതെറ്റി ഉണ്ടായ കുഞ്ഞാണ് എന്ന്. ചന്തുമോളെന്ന് നിങ്ങളെല്ലാവരും പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷേ അതെനിക്ക് നാണക്കേടായിട്ട് തന്നെ തോന്നുന്നതെന്ന്. ഞാൻ എൻ്റെ മരുമകളുടെ കുഞ്ഞിനെ ലാളിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അല്ല എന്ന് ദേവയാനി പറയുകയാണേ. ആണെങ്കിൽ നേരെ ചന്തുമോളെയും കൊണ്ട് ജാനകിയുടെ അടുത്താണ് പോകുന്നത്. അപ്പോൾ ജാനകി ആണെങ്കിൽ ചന്തുമോളെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്, നീ എന്തിനാ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അനിയുടെ അടുത്ത്. ജാനകി ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ചന്തുമോൾ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ പിടിച്ച് നിർത്തിയിട്ട് ജാനകിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ കുഞ്ഞ് എന്ത് ചെയ്തു അമ്മേ, ആ കുഞ്ഞ് പാവമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുകയാണ്, അപ്പോൾ നീ ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലേ എന്ന്. അപ്പോൾ അനി പറയുകയാണ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ജാനകി പറയുകയാണ്, നീ ഒന്നും അറിയാതെയാണ് ഇങ്ങോട്ട് വന്നതല്ലേ, എന്നാൽ പിന്നെ അറിഞ്ഞോ, ഇത് ആരുടെ കുഞ്ഞാണെന്ന് അറിയാമോ, ഇത് നിൻ്റെ ഏട്ടൻ്റെ കുഞ്ഞാണെന്ന് പറയുകയാണ്. അപ്പോൾ അനി ചോദിക്കുകയാണ്, എന്താ അബിയുടെ കുഞ്ഞാണോ എന്ന്. അപ്പോൾ ജാനകി പറയുകയാണ്, അബിയുടേതാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം, ഇത് അബിയുടെ കുഞ്ഞല്ലേ, ഇത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനി പറയുകയാണ്, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, ഏട്ടന് ഒരിക്കലും ആ തെറ്റ് പറ്റത്തില്ല എന്ന് പറയുകയാണ്. ജാനകി പറയുകയാണ്, എന്നാൽ നിൻ്റെ ഏട്ടനെ തെറ്റുപറ്റി ഇപ്പോൾ പോയില്ലേ അവളുടെ അമ്മയുടെ അടുത്ത്, നിൻ്റെ ഏട്ടൻ വലിയ തെറ്റാണ് ചെയ്തതെന്ന്. അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനിയാണെങ്കിലും തറപ്പിച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കത്തില്ല എന്ന്. എനിക്ക് പറയുന്നുണ്ടായിരുന്നു, അവൻ ആദ്യം അവൻ്റെ ഭാര്യയുടെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നയനയോട് അവൻ ക്ഷമയൊക്കെ ചോദിച്ചു എന്ന് പറയുകയാണ്, അവന് തെറ്റുപറ്റി എന്നുള്ള കാര്യത്തിൽ. നയനയുടെ കാലൊക്കെ ആദർശി പിടിച്ചാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും നയന ഈ തെറ്റൊക്കെ പുറത്തു കൊടുത്തതെന്ന് അവൻ്റെ ഭാര്യ തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞതെന്ന് ജാനകി പറയുകയാണ്. അതിനുശേഷം ജാനകി പറയുന്നുണ്ടായിരുന്നു, അവൻ്റെ പേര് പോലെ തന്നെയായിരുന്നു ഈ തറവാട്, ഇപ്പോൾ അനന്തപുരി തറവാടിന് അഭിമാനമല്ല അപമാനമാണ് ആദർശെന്ന്. എനിക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, എന്തായാലും എൻ്റെ ചേട്ടൻ്റെ ദേഹത്ത് ചെളി വീഴത്തില്ല എന്ന്. ഏട്ടൻ ഈ കാര്യം പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചന്തുമോളയും കൊണ്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് അനി വരുന്നുണ്ടായിരുന്നേ. എന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് അനി ചോദിക്കുകയാണ്, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ, ആദർശേട്ടൻ്റെ മോളാണോ ചന്തുമോളോ എന്ന്. എൻ്റെ അഭിപ്രായം എന്താണെന്ന് മുത്തശ്ശൻ അനിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അനി പറയുകയാണ്, ഏട്ടൻ അങ്ങനെ തെറ്റ് പറ്റത്തില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ഏട്ടൻ ഒരു കാര്യം എന്നെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കാറില്ല, ഇങ്ങനെ വല്ലതും സംഭവിച്ചെങ്കിൽ ഏട്ടൻ നേരത്തെ തന്നെ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞേനെ എന്ന്. എൻ്റെ ഏട്ടൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മുത്തശ്ശനും പറയുകയാണ്, അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവൻ്റെ അമ്മ അവനെ തള്ളിക്കളഞ്ഞതുപോലെ നീയും അവനെ തള്ളിക്കളയരുത്, ഇതിൻ്റെ പേരും പറഞ്ഞ് അവൻ്റെ ഒരു ചോദ്യവും ചോദിക്കരുത്, നീ അവൻ്റെ മുൻപിലേക്ക് പോകരുത്, അവനെ വെറുക്കുകയും ചെയ്യരുത് എന്നിങ്ങനെ പറയണം. അപ്പോൾ അനി പറയുകയാണ്, എനിക്ക് എൻ്റെ ഏട്ടനെ നല്ല വിശ്വാസമാണ്, പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ ഏട്ടനെ വെറുക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ അനി പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം അവൻ നയനയുടെ അടുത്താണ് പറഞ്ഞത്, അപ്പോൾ നയനയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളടുത്ത് പറഞ്ഞതെന്ന്. പിന്നീട് ചന്തുമോളെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ അനിയുടെ അടുത്ത് പറയുകയാണ്. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് തോന്നിയില്ല, മനുഷ്യത്തോളം ആരും ആ കുഞ്ഞിനെ അങ്ങനെ അവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകത്തില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്ന്. ഇനി നിങ്ങൾക്കൊക്കെ ഓരോ കുഞ്ഞുങ്ങൾ ജനിച്ചാലും അവിടെയൊക്കെ ചേച്ചിയായിട്ട് ചന്തുമോളെ ഇവിടെ തന്നെ കാണുമെന്ന് മുത്തശ്ശൻ പറയുകയാണ്. എനിക്കാണെങ്കിലും മുത്തശ്ശൻ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ അനിയുടെ അടുത്ത് പറയുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായിട്ടും ആരും സന്തോഷ വാർത്തകളൊന്നും അറിയിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ഒരു സന്തോഷമല്ല, പിന്നെ എങ്ങനെയാണ് സന്തോഷ വാർത്ത കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയായിരുന്നു. അതിനുശേഷം മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നു, അനി അനാമികയും രണ്ടായിട്ടാണ് കഴിയുന്നതെന്ന് തോന്നുന്നു എന്ന്. എൻ്റെ കൊച്ചുമക്കൾ ഇങ്ങനെ ബന്ധം പിരിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കീഴ്വഴക്കമില്ലാത്തതാണല്ലോ, കാലത്തിനനുസരിച്ച് നമ്മളും മാറേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പിന്നീട് നേരെ അനിയാണെങ്കിൽ ആദർശിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്.
അനി ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഏട്ടൻ്റെ മനസ്സ് ചൂട് പിടിച്ച് നടന്ന് എന്താ കാര്യമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, നീയും എന്നെ വിമർശിക്കാൻ വേണ്ടി വന്നതാണോ എന്ന്. ഇല്ല, എനിക്ക് ഏട്ടനെ നല്ല വിശ്വാസമാണ്, ഏട്ടന് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന്. എന്താ അവിടെ സംഭവിച്ചതെന്ന് അനി ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ ചന്തുമോളുടെ വീട്ടിൽ പോയപ്പോൾ ആദർശിൻ്റെ ഫോട്ടോ എന്താ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കാണെങ്കിൽ അബീനെ തന്നെയാണ് സംശയം. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇതിൻ്റെയൊക്കെ പിന്നിൽ അവനാണോ എന്നൊരു സംശയമുണ്ട് അബീന്ന്. ആദർശാണെങ്കിൽ അനിയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ നിൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ നീ പരാതി പറഞ്ഞല്ലോ, ഇതൊക്കെ മനസ്സിലിട്ട് ഞാൻ എങ്ങനെ നയനയുടെ അടുത്ത് പറയും എന്നുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നീ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഇത്രയും ദിവസം ടെൻഷൻ അടിച്ചാണ് നിന്ന്, ഇപ്പോൾ എല്ലാ കാര്യവും അവൾ അറിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ തന്നെ നിന്നു. അപ്പോൾ നന്ദി പറയേണ്ടത് നിൻ്റെ ഏട്ടത്തിയുടെ അടുത്താണ് എന്ന്. എനിക്കാണെങ്കിൽ ആദർശിന് നല്ല വിശ്വാസമാണ്. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ എന്തൊക്കെയോ കെട്ടുമെനഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ ഏട്ടാ, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കേണ്ടേ എന്ന്. ഇതൊക്കെ നമുക്ക് കണ്ടെത്തണം, പക്ഷേ ഇതെപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും നീ എൻ്റെ അടുത്ത് ചോദിക്കരുതെന്ന് അനിയുടെ അടുത്ത് ആദർശ് പറയുകയാണേ. പിന്നീട് അനിയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ചന്തുമോളുടെ വീട്ടിൽ ആദർശേട്ടൻ്റെ ഫോട്ടോ എങ്ങനെയാണ് കണ്ടതെന്ന്. അവിടെ നടന്ന ഓരോ കാര്യങ്ങൾ ആദർശ് പറയുകയാണ്. അപ്പോൾ എനിക്ക് അബീനെ തന്നെയാണ് സംശയം. അപ്പോൾ അനി പറയുകയാണ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ അവൻ തന്നെ ആയിരിക്കും അബി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, സത്യം അറിയാതെ നമ്മൾ ആരെയും വിമർശിക്കാൻ പാടില്ല എന്ന്. അനിക്ക് ആദർശിനെ നല്ല വിശ്വാസമാണ്. അപ്പോൾ അനി അത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്നെക്കാളും നല്ല വിശ്വാസമാണ് ഏട്ടനെ എന്ന്. ഏട്ടനാണ് എന്നെ മനസ്സിലാക്കാത്തത്, അനാമികയുടെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഏട്ടൻ അതൊന്നും മനസ്സിലാക്കണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. നേരെ നയനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. നയനയുടെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ അനി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ കൊണ്ടാണ് ആദർശേട്ടൻ നിൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ചത്. ഒരു കാര്യവും ആരുടെടുത്തും പറയാൻ പറ്റാതെ വിഷമിച്ചാണ് ആദർശേട്ടൻ നടന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നീ ആദർശേട്ടൻ്റെ കൂടെ നിന്നല്ലോ, ഇതിൽ പരം വലിയ സന്തോഷമല്ല, ഇത് സന്തോഷമുള്ള കാര്യമാണെന്ന് നയന പറയാണ്. എന്നിട്ട് അനിയാണെങ്കിൽ നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടൻ തെറ്റ് ചെയ്തു എന്ന് ഏട്ടത്തി വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നയന പറയുകയാണ്, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ ആദർശേട്ടൻ്റെ കൂടെ ഞാൻ നിന്നതെന്ന്. പിന്നീട് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശനാണെങ്കിൽ ഏട്ടനെ ഭയങ്കര വിശ്വാസമാണ്, പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ്, മുത്തശ്ശൻ കണ്ടുപിടിക്കാത്ത കാരണം എന്താണെന്ന് ഞാൻ എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അത് മറ്റൊന്നും കൊണ്ടല്ല, ചന്തുമോളുടെ കാര്യം ഓർത്തിട്ടാണ് മുത്തശ്ശൻ അതൊന്നും അന്വേഷിക്കാത്ത. ആ കുട്ടി ഒരു പാവം കുട്ടിയാണ്. പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു, ഒരു DNA ടെസ്റ്റ് നടത്തിയാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയണം, അതൊക്കെ നമുക്ക് സാവധാനത്തിൽ നടത്താമെന്ന് പറയുകയാണ്. പിന്നീട് ആദർശിൻ്റെ ഫോട്ടോ ചന്തുമോളുടെ വീട്ടിൽ കണ്ടതിനെക്കുറിച്ച് അവിടെയുള്ള ആൾക്കാരൊക്കെ ചന്തുമോളുടെ അച്ഛൻ ആദർശാണ് എന്ന് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അനി ചോദിക്കുകയാണ്, മോളടുത്തും മോളുടെ അമ്മ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ നയന പറയുകയാണ്, നമുക്കറിയില്ലല്ലോ, അതിനു മുമ്പ് അനഘയുടെ നാവ് ചലനം പറ്റിപ്പോയില്ലേ, ഇനി പഴയതുപോലെ ആവുമെന്ന് നമുക്കും അറിയത്തില്ലല്ലോ. മോളുടെ അമ്മയാണെങ്കിൽ മുത്തശ്ശനെ വിളിച്ചിട്ട് അനന്തപുരിയിലെ കൊച്ചുമോൻ്റെ മോളാണെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളത്, ആരുടെ കുട്ടിയാണെന്ന് പറഞ്ഞില്ല. അതിനു മുമ്പേ അവളുടെ അമ്മയുടെ നാവ് ചലനം മറ്റുപോയി. ചന്തുമോളുടെ അമ്മ മരിച്ചുപോയി എന്നല്ലേ മുത്തശ്ശനെ അറിഞ്ഞ് അവിടെ എത്തിയതും, അതിനുശേഷമല്ലേ ആ കുട്ടിക്ക് ജീവനുണ്ടെന്നൊക്കെ അറിഞ്ഞത് എന്ന്. അങ്ങനെയല്ലേ ഹോസ്പിറ്റലിൽ പോയി അനഘയെ കണ്ടതെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം നയനയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചെന്ന് പറയുകയാണ്. ഏട്ടനെ ഭയങ്കര വിശ്വാസമാണല്ലോ അനിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് ചോദിക്കുകയാണ്, നിൻ്റെ അടുത്ത് അവൻ വന്ന് സംസാരിച്ചിരുന്നോ എന്ന്. ഞങ്ങളെല്ലാ കാര്യവും സംസാരിച്ചു എന്ന് പറയുകയാണ്. അതിനുശേഷം ഞാൻ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ആദർശേട്ടൻ്റെ കൂടെ തന്നെയാണ് അനിയനും. ആദർശേട്ടനെ അവൻ തള്ളിക്കളഞ്ഞില്ലല്ലോ, സന്തോഷമായില്ലേ എന്ന് ആദർശിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ ആദർശിന് ഭയങ്കര സന്തോഷമാവുകയാണ്. എൻ്റെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ അമ്മയും എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ആ പ്രതീക്ഷ തെറ്റിപ്പോയെന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഈ കാര്യം ഞാൻ സംസാരിച്ചപ്പോൾ ചിലരുടെ മനസ്സിലൊക്കെ ലഡു പൊട്ടിയതൊക്കെ ഞാൻ കണ്ടിരുന്നു എന്ന്. ആദർശ് നയനയുടെ അടുത്ത് പറയുകയാണ്, ഇത് നിൻ്റെ വീട്ടിൽ ഈ കാര്യം അറിയുമ്പോൾ എന്തായിരിക്കും എന്ന്, അതിനു മുമ്പ് നീ എന്തെങ്കിലും പറഞ്ഞു നിർത്തണമെന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, അപ്പച്ചിയുടെ അബിയുടെ നാവ് എപ്പോഴാണ് പിഴയ്ക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന്, എന്തായാലും അബിയുടെ ബ്ലാക്ക് മെയിൽ ഇതോടുകൂടി തീരുമല്ലോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരുടെ അടുത്തും ഈ കാര്യം തുറന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, കിരൺ ഉടനെ തന്നെ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വരുത്തുമെന്ന്, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയണം. നയന പറയുന്നുണ്ടായിരുന്നു, ചന്തുമോളെ സ്നേഹിക്കാൻ ഇപ്പോൾ ആരുമില്ല, ആദർശേട്ടൻ്റെ അമ്മയാണെങ്കിൽ ചന്തുമോളടുത്ത് ഒന്നും മിണ്ടുന്നും ഇല്ലയെന്ന്. കുറച്ച് നേരത്തെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ, ആദർശേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, നീ സ്നേഹിക്കുന്നത് പോലെ ആ കുട്ടീനെ സ്നേഹിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന്. ഞാൻ ആദർശിൻ്റെ അടുത്ത് പറയുകയാണ്, ആദർശേട്ടൻ്റെ അമ്മയൊക്കെ സ്നേഹിക്കുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞിട്ട് ചന്തുമോളുടെ അടുത്തേക്കാണ് നയന വരുന്നത്. നയന വരുമ്പോൾ ചന്തുമോളാണെങ്കിൽ ആകെ വിഷമിച്ച് ഒറ്റയ്ക്ക് സങ്കടത്തിലിരിക്കുകയാണ്. അപ്പോൾ നയനയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, മോളടുത്ത് ആരും മിണ്ടിയില്ലേ എന്ന്.
ശാന്തമോൾ ഇല്ലയെന്ന് പറയുകയാണ്. അപ്പോൾ ശാന്തമോൾ എനിക്ക് എൻ്റെ അമ്മേനെ കാണണമെന്ന് പറയുകയാണ്. മോൾക്ക് അമ്മേനെ കാണണം, മോളുടെ അമ്മേനെ എനിക്കും കാണണം, മോൾ ഒരുങ്ങിയാണോ ഇരിക്കുന്നത്, എന്നാൽ പിന്നെ ഞാൻ വേഷം മാറാനൊന്നും നിൽക്കുന്നില്ല, നമുക്ക് അമ്മേനെ പോയി കാണാമെന്ന് പറയുകയാണ്. അപ്പോൾ ദേവേനിയാണെങ്കിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവേനിയുടെ മുഖം ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ നയനയാണെങ്കിൽ ദേവേനിയുടെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദേഷ്യത്തിൽ തന്നെ. അങ്ങനെ നോക്കി നിൽക്കുന്ന നയനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.